കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിതയ്ക്ക് ഇന്ന് നിർണായകമാണ്. കാരണം എന്ന് വെച്ചാൽ ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയുന്ന ദിവസമാണ്. ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കുമെന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ. ലൈംഗിക അതിക്രമം നടന്നുവെന്ന വാദം ആവർത്തിക്കുകയാണ് പ്രതിഭാഗം. രതീഷ് വാസുദേവൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേർന്നുണ്ട്. രതീഷേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നിപ്പോൾ കോടതിയിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കണം? കോടതി സ്വാഭാവികമായും ഈ കസ്റ്റഡി കാലാവധി പോലീസ് ഈ വിഷയത്തിൽ കർശന നിലപാടുമായാണ് മുന്നോട്ട് പോകുന്നത്. പ്രതിക്ക് ജാമ്യം ഒരു കാരണവശാലും കൊടുക്കരുത്. കാരണം അത്തരം സാധ്യതയുണ്ടായാൽ പ്രതി അത്തരത്തിൽ ഉള്ള ഈ രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഈ തെളിവുകൾ നശിപ്പിക്കാനോ ഉൾപ്പെടെയുള്ള സമീപനങ്ങളിലേക്ക് പോകുമെന്നാണ് പോലീസിൻ്റെ ആക്ഷേപം. വാദം പൂർത്തിയായ സ്ഥിതിക്ക് ഇന്ന് വിധി പറയും. കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. എന്തായാലും പോലീസിൻ്റെ മറ്റൊരു നിർണായകമായ കാര്യം, ഈ ഫോണും ഉൾപ്പെടെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും ഷിംജിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യത പോലും ഉണ്ടാവുക. പക്ഷേ ഇതുവരെ ഫോറൻസിക് ഈ ഫോണിൻ്റെ പരിശോധനയും വിശദവിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ എന്തായാലും പോലീസ് ജാമ്യാപേക്ഷയെ എതിർക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ മറ്റ് സാധ്യതകളൊക്കെ പരീക്ഷിച്ച് ഒരുപക്ഷെ ജാമ്യത്തിനുള്ള സാധ്യത പൊതുവെ തള്ളിക്കളയുന്നില്ല. എന്തായാലും നിർണായകമാണ് ഷിംജിത മുസ്തഫയെ സംബന്ധിച്ച ഇന്നത്തെ കോടതി വിധി. എന്തായാലും പോലീസും ഇത് വളരെ കരുതലോടെയാണ് ഇരിക്കുന്നത്. എന്തായാലും പോലീസ് ജാമ്യാപേക്ഷയെ എതിർക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഘട്ടത്തിൽ. ഓക്കെ, ശരി. രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ദീപകിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഷിംജിത, പ്രതി ഷിംജിത, ഏക പ്രതിയല്ലേ ഉള്ളൂ അതിൽ, ഷിംജിത. അപ്പോൾ ഷിംജിതയ്ക്ക് ഇന്ന് നിർണായകമായ ദിവസമാണ്.